പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലെ ഏറ്റവും വലിയ അധ്യായമാണ് 6-ാം അധ്യായം. 71 വാക്യങ്ങൾ. ഈ അധ്യായത്തിൻ്റെ മർമ്മപ്രധാനമായ കാര്യം യേശുവിൻ്റെ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ്. ഈ പ്രഭാഷണം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ അധ്യായം മുഴുവൻ ക്രമീകരിച്ചിരിക്കുന്നത്. 6:1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിന് വഴിയൊരുക്കുന്ന അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തെക്കുറിച്ച് പറയുന്നു. ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിന് വഴിയൊരുക്കുന്നതാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന അടയാളം. 6-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 6-ാം അധ്യായം ഇപ്രകാരം ആരംഭിക്കുന്നു: ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് യേശു പോയി. വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. അടയാളം ബാഹ്യമായതിനപ്പുറത്തേക്ക് ആന്തരികതയിലേക്ക് ശ്രദ്ധ തിരിപ്പിക്കും. ജോണിൻ്റെ സുവിശേഷത്തിൽ ഒരടയാളം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ യേശുവിൻ്റെ ഒരു പ്രഭാഷണം കാണും, പ്രബോധനപരമായ ഒരു പ്രഭാഷണം. തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ സംഭവം കഴിഞ്ഞപ്പോൾ പുത്രൻ്റെ അധികാരത്തെക്കുറിച്ചും യേശുവിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ചും പറഞ്ഞു. അതുപോലെ ഇവിടെ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം കഴിഞ്ഞിട്ട് സുദീർഘമായ ഒരു പ്രഭാഷണം ജീവൻ്റെ അപ്പത്തെക്കുറിച്ച്. യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു. ജനത്തിൽ നിന്ന് പിൻവാങ്ങി പിതാവിൻ്റെ സന്നിധിയിൽ. 4-ാം വാക്യം, യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. ഈ പെസഹ തിരുനാൾ അടുത്തിരുന്നു എന്ന് പറയുന്ന വാചകം അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തെ പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. ഈ 2 വാചകങ്ങളും മറ്റു സുവിശേഷങ്ങളിലെ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിലില്ല. സമാന്തര സുവിശേഷങ്ങളിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം യേശുവിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവർക്ക് വേണ്ടിയാണ്. എന്നാൽ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ അവൻ്റെ പക്കലേക്ക് വന്നുകൊണ്ടിരുന്ന വലിയ ജനതതിയെ കൂടെ മുമ്പിൽ കണ്ടുകൊണ്ടാണ്. അതായത് യേശുവിലേക്ക് വരാനിരിക്കുന്ന സകലരെയും മുമ്പിൽ കണ്ടുകൊണ്ടാണ്. ഇത് പരിശുദ്ധ കുർബാനയിലേക്ക് വിരൽ ചൂണ്ടുന്നു. യേശു അപ്പം വർദ്ധിപ്പിക്കുന്നത് ഇപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, സകല തലമുറകളിലുമുള്ള എല്ലാ വിശ്വാസികൾക്കും വേണ്ടി. ഇപ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവരും ഇനി തൻ്റെ പക്കലേക്ക് വരാനിരിക്കുന്ന അവരെയും അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു വലിയ ജനതതി തൻ്റെ പക്കലേക്ക് വരുന്നത് കണ്ടു എന്ന് യേശു പറഞ്ഞിരിക്കുന്നത്. അവൻ ഫിലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ തന്നെ മനസ്സിൽ കരുതിയിരുന്നു. ഫിലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ 200 ദനാറായ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. ശിഷ്യന്മാരിൽ ഒരുവൻ ശിമയോൻ പത്രോസിൻ്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലി അപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട്? യേശു പറഞ്ഞു, ആളുകളെയെല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു. 23-ാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടികളിലേക്ക് അവിടെ തന്നെ നയിക്കുന്നു. ഇടയൻ ആടുകളെ നല്ല പുൽമേടകളിലേക്ക് നയിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം ഇവിടെയുണ്ട്. യേശു ആവശ്യപ്പെട്ടനുസരിച്ച് അവർ ഇരുന്നു. 11-ാം വാക്യം, അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. യേശു അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തു. അത് പരിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്, കൂദാശ വചനങ്ങൾക്ക് സമാനം. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ബാക്കി മിച്ചമുള്ളതെല്ലാം ഒന്നും നഷ്ടപ്പെടുത്താതെ ശേഖരിക്കാൻ. 5 ബാർലി അപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന
കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അവർ വന്ന് തന്നെ രാജാവ് ആക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടു പോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിൻവാങ്ങി. ഈ പശ്ചാത്തലത്തിൽ ജീവന്റെ അപ്പത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് വെള്ളത്തിനു മീതെ നടക്കുന്ന ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിത്തൃപ്തിപ്പെടുത്തിയ അപ്പം വർദ്ധിപ്പിക്കുന്ന ഈ സംഭവം പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളതായതുകൊണ്ട് ഇത് കഴിഞ്ഞ ഉടനെ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിലേക്ക് അങ്ങ് പോവുകയായിരുന്നില്ലേ വേണ്ടിയിരുന്നത്? അതിന് പകരം എന്തിനാണ് യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ ഒരു വിവരണം ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്? 6:16 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ എന്തിനാണെന്നറിയാമോ? യേശുവിൻ്റെ ശക്തിയിലല്ല, അവൻ്റെ വ്യക്തിത്വത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ. യേശുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ നമുക്കൊന്ന് ശ്രവിക്കാം വചനത്തിൽ നിന്ന്. വൈകുന്നേരമായപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി. യേശു എങ്ങോട്ട് പോയി? ഒറ്റയ്ക്ക് മലമുകളിലേക്ക് പോയി. ശിഷ്യന്മാർ വൈകുന്നേരമായപ്പോൾ കടൽക്കരയിലേക്ക് പോയി. അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ നേരം ഇരുട്ടിത്തുടങ്ങി. യേശു അവരുടെ അടുത്തില്ലായിരുന്നു. ശക്തിയേറിയ കാറ്റടിച്ചിരുന്നതുകൊണ്ട് കടൽ ക്ഷോഭിച്ചു. 25-30 താതിയോൺ ദൂരം തണ്ടു വലിച്ചു കഴിഞ്ഞപ്പോൾ എന്ന് പറയുമ്പോൾ ഏകദേശം നടുക്കടലിലേക്ക് അവരെത്തിച്ചേർന്നപ്പോൾ യേശു കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ടവർ ഭയപ്പെട്ടു. മറ്റ് സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അവൻ ഭൂതമാണെന്ന് വിചാരിച്ചവർ ഭയപ്പെട്ടെന്ന്. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവിടെ അവർ ഭയപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് പറയുന്നു, അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. ആ ദൈവ ഭയമാണ്, അല്ലാതെ ഭീരുത്വത്തിൻ്റെ ഭയമല്ല. പഴയ നിയമത്തിലുടനീളം കാണുന്നതാണ് ദൈവ സാന്നിധ്യത്തിന് മുൻപിൽ. ഇനി യേശുവിൻ്റെ വാക്കുകളോ ഇവിടെ പറഞ്ഞത്? അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. മലയാളത്തിൽ ഞാനാണെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അയാം. യേശുവിൻ്റെ അയാം, ഞാനാകുന്നവൻ ഞാൻ തന്നെ എന്ന് പുറപ്പാട് 3:14 ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തിയ പേര്. ആ ദൈവത്തിൻ്റെ അസ്തിത്വം അവൻ തന്നെയാണ് ഞാൻ. അതായത് സത്തയിൽ പിതാവിന് സമനായവൻ, അവൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന അയാം. ജോണിൻ്റെ സുവിശേഷത്തിൽ മാത്രമേ യേശു ആധികാരികമായി ഈ അയാം എന്നുള്ളത് തനിക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് പിതാവിൻ്റെ തനി സത്ത തന്നെയാണ് താൻ. പിതാവിൽ നിന്ന് വന്നവൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതേസമയം ജോണിൻ്റെ സുവിശേഷത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ അയാം മറ്റു പല പ്രെഡിക്കേറ്റ്സും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ പ്രെഡിക്കേറ്റ്സ് ഒന്നുമില്ല, വെറും അയാം. അവനെ വള്ളത്തിൽ കയറ്റാൻ അവരാഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വച്ചിരുന്ന കരയ്ക്കടുത്തു. 6-ാം അധ്യായം 35 മുതൽ 71 വരെയുള്ള വാക്യങ്ങൾ. ഇതിൽ 6:35 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ വചനമായ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് സകലരെയും ക്ഷണിക്കുകയാണ്. ഇത് യോഹന്നാൻ്റെ വീക്ഷണമനുസരിച്ച് പരിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷയുടെ ഭാഗമാണ്. നമുക്കറിയാം, പരിശുദ്ധ കുർബാനയിൽ വചനത്തിൻ്റെ മേശയിൽ നിന്നും തിരുശരീര രക്തങ്ങളുടെ മേശയിൽ നിന്നും നമ്മൾ ഭക്ഷിക്കുന്നു. വചനത്തിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന ഭാഗമാണ് 6:35 മുതൽ 50 വരെയുള്ള ഭാഗങ്ങൾ. അപ്പോൾ 6:35 മുതൽ 71 വരെയുള്ള ഭാഗങ്ങൾ പരിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നതാണ്, ജീവൻ്റെ അപ്പമായ യേശു. ഇതിൽ 6:35 മുതൽ 50 വരെയുള്ള ഭാഗം വചനമായ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് സകലരെയും ക്ഷണിക്കുകയാണ്. തുടർന്ന് 51 മുതൽ 59 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധ കുർബാന അഥവാ തിരുശരീര രക്തങ്ങളിലേക്ക് യേശുവിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യാൻ ക്ഷണിക്കുകയാണ്. 60 മുതൽ 71 വരെയുള്ള വാക്യങ്ങൾ ഈ
യേശുവിൻ്റെ പ്രബോധനത്തോടുള്ള വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങളാണ് കാണുന്നത്. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഈ പ്രബോധനത്തോടുള്ള വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങൾ ആദ്യം നമുക്ക് 6:35 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ വചനമായ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമായ യേശു എന്ന് പറയുമ്പോൾ, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നു. 38 വാക്യത്തിൽ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ്. തുടർന്ന് 40 വാക്യം, പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. വചനമായ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ജീവൻ്റെ അപ്പമെന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത് വചനത്തെ, കർത്താവിൻ്റെ വചനത്തെ, വചനമായ യേശുവിനെയും അവിടുത്തെ തിരുമൊഴികളും. 41 മുതലുള്ള വാക്യങ്ങൾ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണെന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പെറുപെറുത്തു. അവർ പറഞ്ഞു, ഇവൻ ജോസഫിൻ്റെ മകനായ യേശുവല്ലേ? ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നമുക്ക് അറിഞ്ഞുകൂടെ? പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നത്? യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പെറുപെറുക്കേണ്ടതില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. അപ്പോൾ പിതാവിനാൽ ആകർഷിക്കപ്പെടണം. 37 വാക്യത്തിൽ നാം ശ്രവിച്ചു, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്തേക്ക് വരും. ഇവിടെ 44 വാക്യത്തിൽ പറയുന്നു, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. 65 വാക്യത്തിൽ യേശു പറയുന്നു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഈ 3 വാക്യങ്ങളും ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും പുത്രനിലേക്ക് വരാൻ പറ്റില്ല. പിതാവ് ആരെല്ലാം കർത്താവിന് നൽകുന്നോ അവരെല്ലാം യേശുവിലേക്ക് ചെല്ലും. പിതാവിൽ നിന്ന് വരം ലഭിച്ച് യേശുവിലേക്ക് ആകർഷിക്കപ്പെടുന്നവർക്ക് മാത്രമേ യേശുവിലേക്ക് വരാൻ സാധിക്കൂ. പിതാവ് ആകർഷിക്കണം, പിതാവ് പുത്രന് നൽകണം, പിതാവ് വരം നൽകണം. ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എപ്പോഴും ഓർത്തിരിക്കുക, പിതാവ് ആകർഷിക്കണം, പിതാവ് നമ്മെ പുത്രന് കൊടുക്കണം, പിതാവിൽ നിന്ന് വരം ലഭിക്കണം. 45 വാക്യത്തിൽ പറയുന്നു, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. പിതാവ് പുത്രനെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് പിതാവിൽ നിന്ന് പഠിക്കുന്നവർ യേശുവിലേക്ക് വരും. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ജോൺ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണിതും. പിതാവിൽ നിന്ന് ഉള്ളവൻ മാത്രം, വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ എന്ന് വെച്ചാൽ പുത്രൻ മാത്രം. വേറെ ആരും പിതാവിനെ കണ്ടിട്ടില്ല. പക്ഷെ പുത്രനെ കാണുന്നവൻ പിതാവിനെ കാണും, പുത്രനെ അറിയുന്നവൻ പിതാവിനെ അറിയും, പിതാവിൻ്റെ വാക്ക് കേൾക്കുന്നവൻ പുത്രനും അറിയും. 47 വാക്യം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. വചനമായ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം വചനമായ യേശുവാണ്. പിതാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും യേശു നൽകിയിട്ടുള്ള വെളിപാട്, ഇത് സ്വീകരിക്കുന്നവർക്കാണ് നിത്യജീവൻ. 48 വാക്യം, ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യർ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. 51 വാക്യം മുതൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. വചനമായ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചിട്ട് 51 മുതൽ 59 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധ കുർബാന. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും.
ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്, ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു തമ്പുരാൻ തൻ്റെ തിരുശരീരം മുറിച്ച് നമുക്ക് വിളമ്പുന്നത്. സമാന്തര സുവിശേഷങ്ങളിലും അപ്പമെടുത്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ച് മുറിച്ച് കൊടുത്തിട്ട് പറഞ്ഞത്, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാകുന്നു. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. യേശു ആവർത്തിക്കുകയാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കണം, അവൻ്റെ രക്തം പാനം ചെയ്യണം. ശരീരം ഭക്ഷിക്കുക, രക്തം പാനം ചെയ്യുക, ഇത് വളരെ വ്യക്തം പരിശുദ്ധ കുർബാന. അപ്പോൾ കുർബാനയിലെ 2 ഭാഗങ്ങൾ, ആദ്യത്തെ ഭാഗം വചന ശുശ്രൂഷ, 2ാം ഭാഗം തിരുശരീര രക്തങ്ങളുടെ ആഘോഷം, ബലിയർപ്പണം. അപ്പോൾ ഈ 2ാം ഭാഗം നമ്മളെ യേശുവിൽ നിന്ന് ഭക്ഷിക്കാനും പാനം ചെയ്യാനും, യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കാനും, യേശുവിൻ്റെ രക്തം പാനം ചെയ്യാനും. 54-ാം വാക്യം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവും. തുടർന്ന് 56-ാം വാക്യത്തിൽ, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുന്തിരിച്ചെടിയും ശാഖകളെയും കുറിച്ച് പറയുമ്പോൾ യേശു പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കുവിൻ. ആ മുന്തിരിച്ചെടിയും ശാഖകളെക്കുറിച്ചുമുള്ള പ്രബോധനവും യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനമാണ്. ഏറ്റവും അടിസ്ഥാനപരമായ വിശദീകരണം മുഴുവൻ നൽകുന്നത് ഈ 6-ാം അധ്യായത്തിൽ 6:35 മുതൽ 50 വരെ കുർബാനയിലെ വചന ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാം. 51 മുതൽ 59 വരെ പരിശുദ്ധ കുർബാന, തിരുശരീര രക്തങ്ങൾ. 56-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ നാം യേശു മൂലം ജീവിക്കും. യേശു പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ നാം യേശു മൂലം ജീവിക്കും. പ്രിയമുള്ളവരെ, യേശുവിൽ വിശ്വസിക്കുകയും അവനിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണം. എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. യേശു സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം. ഇവിടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പം എന്ന് പറയുന്നത് തൻ്റെ തിരുശരീര രക്തങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു, അതുപോലെയല്ല ഈ അപ്പം, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. എത്ര പ്രാവശ്യം ആവർത്തിച്ചെന്ന് നോക്കിയേ ഇവിടെ. പ്രത്യേകിച്ച് 6:25 മുതൽ നശ്വരമായ അപ്പത്തിൽ നിന്ന് അനശ്വരമായ അപ്പത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. അത് കഴിഞ്ഞ് യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം താനാണെന്നും, അതായത് അനാദിയിലെ പിതാവിനോടൊത്തായിരുന്ന വചനം, പിതാവ് ഭൂമിയിലേക്ക് അയച്ച വചനമായ യേശു, നമുക്ക് ജീവൻ നൽകാൻ വേണ്ടി പിതാവ് അയച്ച, അവനിൽ വിശ്വസിക്കുന്നവർക്ക് ജീവൻ. ഇതാണ് ആദ്യം വിശദീകരിച്ചത്. അവനെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുകയും ചെയ്യും. നേരത്തെ നമ്മൾ കണ്ടു, അവൻ ശിക്ഷാവിധിയെക്കുറിച്ച് ഭയപ്പെടുക പോലും വേണ്ട. 5-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ വളരെ വ്യക്തമായി ശിക്ഷാവിധി ഇല്ല, അവർ ഓൾറെഡി ജീവനിലേക്ക് പ്രവേശിച്ചു. ഇവിടെ പറയുന്നു, ഈ അപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവന് ശിക്ഷാവിധിയില്ല, അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു. അന്ത്യദിനത്തിൽ ദൈവം ഉയർപ്പിക്കുകയും ചെയ്യും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 59 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കണ്ടത്. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വ്യക്തമായ പ്രബോധനം. ജോണിൻ്റെ സുവിശേഷത്തിൽ കുർബാന സ്ഥാപന വിവരണമില്ല, പകരം ഏറ്റവും വിശദമായ വിവരണമാണ് ഇവിടെ കാണുന്നത്. ജോണിൻ്റെ യൂക്കറിസ്റ്റിനെ കുറിച്ചുള്ള
വളരെ ആഴമായ ഒരു ദൈവശാസ്ത്ര ദർശനമാണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. സമാന്തര സുവിശേഷങ്ങളിൽ കുർബാന സ്ഥാപന വിവരണങ്ങളെക്കുറിച്ച് പറയുന്നു. പക്ഷേ അവിടെ ഈ കുർബാനയുടെ വചന ശുശ്രൂഷയും തിരുശരീര രക്തങ്ങളുടെ ആഘോഷവും ഒരുമിച്ച് അത്രയും ദീർഘമായിട്ടുള്ള ഒരു വിശദീകരണമല്ല. പക്ഷേ ഇവിടെ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നു. അതുപോലെ യേശുവിൽ വിശ്വസിക്കാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. 5-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് ഈ യേശുവിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിച്ചടുപ്പിക്കുകയാണ്. ആധികാരികമായ യേശുവിൻ്റെ പ്രബോധനത്തിലേക്കും അവൻ്റെ വ്യക്തിത്വത്തിലേക്കും. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജനത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രതികരണമാണ് നമ്മൾ 60 മുതൽ 71 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഇത് കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്. എന്നുവെച്ചാൽ അനേകർ കർത്താവിൻ്റെ കൂടെ നടക്കുന്നുണ്ടല്ലോ. അതിൽ കുറേ പേര് പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? സ്വർഗാരോഹണം ചെയ്യുന്നത്, അവനായിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ എന്നാണ് ചോദിക്കുന്നത്. തുടർന്ന് യേശു പറയുന്നു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യേശു പറഞ്ഞ വാക്കുകൾ. അപ്പോൾ വചനമായ യേശുവും യേശു പറഞ്ഞ വാക്കുകളും. യേശു പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. നമുക്ക് ജീവൻ പകരുന്നു, ദൈവാത്മ ചൈതന്യവും പകരുന്നു യേശുവിൻ്റെ വാക്കുകളിലൂടെ. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. ഈ പുറകെ നടക്കുന്നവരിൽ യഥാർത്ഥത്തിൽ യേശുവിൽ വിശ്വസിക്കുന്നത് ആരെന്ന് അവരറിഞ്ഞു. നമ്മളെയും തമ്പുരാൻ നന്നായിട്ടറിയുന്നു, അല്ലേ? നമ്മൾ അവിടുത്തെ തിരുമുൻപിലിരുന്ന് വചനം ധ്യാന പഠന വിഷയമാക്കുന്നു, നമ്മൾ ജീവിക്കുന്നു. പക്ഷേ എന്തുമാത്രം വിശ്വാസം നമുക്കുണ്ടെന്നുള്ളത് യേശു തമ്പുരാൻ അറിയുന്നു. നമ്മൾ സ്ഥിരതയോടെ അവനിലേക്ക് വളരുന്നുണ്ടെങ്കിൽ അതവിടുന്ന് കാണുന്നുണ്ട്. നമ്മളെ കർത്താവ് ഉദ്ബോധിപ്പിക്കുകയാണ്, വിശ്വസിക്കാത്തവരെ കർത്താവ് അറിയുന്നു എന്ന്. ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഇതിന് ശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. യേശു 12 പേരോടുമായി ചോദിച്ചു. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ 12 പേരെ യേശു പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അവരും ശിഷ്യന്മാരാണ്, അല്ലാതെ യേശുവിൻ്റെ കൂടെ നടക്കുന്നവരുമുണ്ട്. 12 പേര്. ജോണിൻ്റെ സുവിശേഷത്തിൽ ഇവരെ എല്ലാവരെയും ശിഷ്യരെന്നാണ് വിളിക്കുന്നത്, 12 പേരെ മാത്രമല്ല ശിഷ്യരെന്ന് വിളിക്കുന്നത്. ഇനി തൻ്റെ 12 പേരോട് മാത്രമായിട്ട് അവർ മാത്രമായിരുന്നപ്പോൾ യേശു ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? മറ്റുള്ളവരെല്ലാം പോയി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ യേശു ചോദിച്ചതാണ്, നിങ്ങളും പോകുന്നില്ലേ? പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ പക്കലുണ്ടല്ലോ. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ പക്കലുണ്ടല്ലോ. ശിമയോൻ പത്രോസിൻ്റെ മറുപടി 6:68. 69-ാം വാക്യത്തിൽ പത്രോസ് ആവർത്തിക്കുന്നു, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. നോക്കുക, ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. കണ്ടും കേട്ടും അറിഞ്ഞിരിക്കുന്നെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. വിശ്വസിക്കുക, അറിയുക, കാണുക, കേൾക്കുക, ഇതെല്ലാം ശിഷ്യത്വത്തിൻ്റെ അടയാളങ്ങളാണ്. ശിഷ്യത്വത്തിലേക്ക് വന്നതിൻ്റെ അടയാളങ്ങൾ. യേശുവിനെയും യേശുവിൻ്റെ വാക്കുകളെയും വിശ്വസിക്കുന്നു, അറിയുന്നു, കാണുന്നു, കേൾക്കുന്നു. ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞത്, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ പക്കലുണ്ടല്ലോ. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ വിശ്വസിക്കുമ്പോൾ കൂടുതൽ അവിടുത്തെ അടുത്തറിയുമ്പോൾ വീണ്ടും വിശ്വാസം സ്നേഹമായി വളരും. അപ്പോൾ കൂടുതൽ അറിയും.
ഇങ്ങനെ ഒരു വളർച്ച ജോണിൻ്റെ സുവിശേഷത്തിലുണ്ട്. അവനിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ അവനെ അറിയാൻ തുടങ്ങും. അറിയുമ്പോൾ ആ വിശ്വാസം സ്നേഹമായി വളരും. അവനെ കൂടുതൽ അടുത്തറിയും. ആ അടുത്തറിയുന്ന അനുഭവം എന്തിലേക്ക് നയിക്കുമെന്ന് തുടർന്ന് ഈ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ 2ാം ഭാഗം മഹത്വത്തിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അത് വളരെ വിശദമായി വ്യക്തമാക്കും. 1ാം ഭാഗത്തിൽ അടയാളങ്ങളുടെ പുസ്തകത്തിൽ പ്രത്യേകിച്ച് യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് അവനെ അറിഞ്ഞ് അവനിലേക്ക് വളരുകയാണ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ, എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. അവൻ ഇത് പറഞ്ഞത് സിമയോൻ സ്കറിയാത്തായുടെ മകനായ യൂദാസിനെ കുറിച്ചാണ്. അവനാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ ഇരുന്നത്. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള യേശുവിൻ്റെ ഈ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ശിഷ്യരെ 2 വിഭാഗമായി നമ്മൾ കാണുന്നു. വലിയൊരു ഗണം യേശു പറഞ്ഞത് കഠിനമാണെന്ന് പറഞ്ഞിട്ട് അവനെ ഉപേക്ഷിച്ചു പോയി. അവനിൽ വിശ്വസിച്ചില്ല. പിന്നീട് ഒരിക്കലും അവർ അവൻ്റെ പുറകെ വന്നില്ല. എന്നാൽ 12 പേർ ഏറ്റു പറഞ്ഞു, ഞങ്ങൾ അങ്ങയെ ഉപേക്ഷിച്ച്. കർത്താവ് അവരോടും ചോദിച്ചു, നിങ്ങളും പോകുന്നില്ലേ? പോകണമെങ്കിൽ നിങ്ങൾക്കും പോകാം. അപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചസ്സുകൾ അങ്ങയുടെ പക്കലുണ്ടല്ലോ എന്ന്. വീണ്ടും പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണെന്ന്, സർവശക്തനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ യേശു പറഞ്ഞതാണ്, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ, ഒരാൾ പിശാചാണ്, അത് യൂദാസിനെ. അപ്പോൾ ഈ 12 പേരിൽ ഒരാൾ പോലും യേശുവിനെ ചതിക്കാനുണ്ടായിരുന്നു കൂടെ, അല്ലേ? ഇതൊക്കെ നമുക്ക് നൽകുന്ന പാഠങ്ങൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, യൂദാസിൻ്റെ പക്ഷത്താകരുത്. അവൻ്റെ കൂടെ നടന്നിട്ട്, അവൻ്റെ ശിഷ്യരെന്ന് പറഞ്ഞ്, പ്രിയ ശിഷ്യരെന്ന് പറഞ്ഞ് നടന്നിട്ട്, ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞിട്ട് ക്രിസ്തുവിനെ വഞ്ചിക്കുന്നവർ, ഒറ്റിക്കൊടുക്കുന്നവരാകരുത്. അതുകൊണ്ട് യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ പാതയിൽ കർത്താവിൻ്റെ സാക്ഷികളായി നമുക്ക് ജീവിക്കാം. അവൻ നൽകുന്ന ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരാം. കർത്താവ് നമ്മിലും നാം കർത്താവിലുമായിത്തീരുന്ന അനുഭവത്തിലേക്ക് വളരാം. ഈ സ്വർഗീയ ഭാഗ്യം ഇഹത്തിൽ വെച്ച് തന്നെ അനുഭവിക്കാം. ഇതിനായി കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ പാതയിൽ നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.